അതേസമയം കൊല്ലത്ത് മുകേഷ് MLA-ക്കെതിരെ റീത്ത് വയ്ക്കുക എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞ് വയ്ക്കുന്നതാണല്ലോ. അത്രയും വലിയ പ്രതിഷേധമാണ് BJP-യുടെ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മുകേഷ് രാജി ആവശ്യപ്പെട്ട് യുവമോർച്ചയാണ് MLA ഓഫീസിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഈ ഉരുണ്ടുകളിയും അഭ്യാസവും ഒക്കെ. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ഈ യുവമോർച്ച പ്രവർത്തകനെ റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അല്പം കടന്ന കൈയാണ്. ഒരു പ്രതിഷേധത്തിന് റീത്ത് വച്ചൊക്കെ ഒരു MLA-ക്കെതിരെ സമരം വേണോ എന്നതൊക്കെ ഡിബേറ്റബിളായ വിഷയങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്, സംവാദാത്മകമായ വിഷയങ്ങളാണ്. പക്ഷേ മുകേഷിനെതിരെ വലിയ ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പല ആളുകൾക്കെതിരെയും ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സുരേഷ് ഗോപിയും മുകേഷ് തമ്മിലുള്ള ബന്ധം എന്താണ്? കൊല്ലങ്കാർ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കാൻ? അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ പുറത്തേക്ക് വരുന്നു എന്ന തോന്നലുണ്ടോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്ന് യുവമോർച്ച നടത്തിയ മാർച്ച് അല്പം കടന്നു കൈയായി പോയി. ഒരു MLA-യുടെ ഓഫീസിൽ കയറി ആണ് ഇത്തരത്തിലുള്ള ഒരു റീത്ത് വെച്ചുള്ള പ്രതിഷേധമുണ്ടായത്. ഇന്ന് മാധ്യമപ്രവർത്തകരെയോ പോലീസിനെയോ ഒന്നും അറിയിക്കാതെയാണ് യുവമോർച്ച പ്രവർത്തകർ അവിടേക്ക് മാർച്ച് നടത്തിയത്. പെട്ടെന്ന് തന്നെ അവർ ഈ ഓഫീസിന് മുന്നിലേക്ക് കയറുന്നു, അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, അതിനുശേഷം അവിടെ റീത്ത് സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രതിഷേധമാണ് ഇന്ന് അവിടെ ഉണ്ടായത്. MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. കൊല്ലത്ത് വലിയ രീതിയിലുള്ള ഒരു സമര വേലിയേറ്റ പരമ്പര തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാളെയും വലിയ രീതിയിലുള്ള സമരമുണ്ട്. പക്ഷേ ആ സമരങ്ങളൊന്നും അല്പം പരിധി വിട്ടു പോയിട്ടുള്ള ഒരു സമരങ്ങൾ ഉണ്ടായിട്ടില്ല. നേരിയ തോതിൽ ബാരിക്കേഡ് തകർക്കാനോ അല്ലെങ്കിൽ ഉദ്രിതള്ളം ഉണ്ടാകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിൽ ഒരു വിമർശനം ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് റീത്ത് വെച്ചുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് MLA വിശദീകരണമടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും MLA രാജിവെക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM പോകില്ല. പകരം ഈ കടുത്ത പ്രതിഷേധം ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ രേഖപ്പെടുത്തുകയും ഒപ്പം തന്നെ ശക്തമായ അന്വേഷണം നടത്താനുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. CPM-നുള്ളിൽ തന്നെ മുകേഷ് MLA-ക്കെതിരെ, സിനിമാ നടൻ കൂടിയ മുകേഷ് MLA-ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നു എന്നതാണ്